ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ബോക്സ് ഫോൾഡ് ചെയ്ത സാരി എങ്ങനെയാണ് ട്രേപ്പ് ചെയ്യണേന്ന് നോക്കിയാലോ. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ഫിഷ് കട്ടിൻ്റെ പാവാടയാണ് കേട്ടോ വേണ്ടത്. ഫിഷ് കട്ടിൻ്റെ പാവാടയാണെങ്കിൽ സാരി ട്രേപ്പിംഗ് നല്ല നീറ്റായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ബോക്സ് ഫോൾഡ് ചെയ്ത സാരി ഒന്ന് നിവർത്തിയിട്ട് നമ്മുടെ സെൻറ്റർ ഫ്ലീറ്റ്സ് കറക്റ്റ് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് വെച്ചിട്ട് ടക്കിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്റർ ഫ്ലീറ്റ്സ് കുറേ വലിഞ്ഞ് നിൽക്കാൻ പാടില്ല. വലിഞ്ഞ് നിന്നാൽ നീറ്റായിട്ട് വരില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് ഒരുപാട് നമ്മൾ ടൈറ്റൻ ചെയ്യേണ്ട ആവശ്യമില്ല. കറക്റ്റ് സെൻറ്ററിലായിട്ട് പ്ലേസ് ചെയ്തിട്ട് ബാക്കി വരുന്ന പോർഷൻ നമ്മൾ നല്ല ടൈറ്റൻ ചെയ്ത് ടക്കിൻ ചെയ്യുക കേട്ടോ. ടക്കിൻ ചെയ്യുമ്പോഴും നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങും പൊങ്ങിയൊന്നും നിൽക്കരുത്. സൈഡ് വരെയും ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സെൻട്രൽ ഫ്ലീറ്റ്സിൻ്റെ താഴെ ഞാൻ ഒരു പിൻ കൊടുക്കാറുണ്ട് കേട്ടോ. അത് നമുക്ക് ബോക്സ് ഫോൾഡ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു പിൻ ചെയ്യുന്നത്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചെസ്റ്റ് പ്ലീറ്റ് ഒന്ന് ചുറ്റിയെടുത്തിട്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്ലീറ്റ്സൊക്കെ നല്ല നീറ്റായിട്ട് വീണ് കിടക്കും കേട്ടോ. എന്നിട്ടൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവിടെ ഒരു പിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ മുകളിലേക്ക് കയറ്റി പിൻ ചെയ്യരുത്, താഴെ വേണം പിൻ ചെയ്യാൻ കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വഴിയേ ഞാൻ പറയാം കേട്ടോ. എന്നിട്ട് നമ്മൾ ചെസ്റ്റ് ഫ്ലീറ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് സൈഡിൽ നിന്ന് നമ്മുടെ ഷേപ്പിൻ്റെ അവിടെ നിന്ന് നല്ല ടൈറ്റൻ ചെയ്ത് പിടിച്ചിട്ട് ഒരു പിൻ ചെയ്യാം കേട്ടോ. നല്ല ടൈറ്റായിട്ട് പിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സൈഡ് ഫ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ സൈഡ് ഫ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യുമ്പോഴും നമ്മൾ ഒരുപാട് ടൈറ്റൻ ചെയ്തിട്ട് സൈഡ് ഫ്ലീറ്റ്സ് അറേഞ്ച് ചെയ്യരുത്. നമ്മുടെ ചെസ്റ്റിൻ്റെ അവിടുത്തെ കവറേജ് കുറയും കേട്ടോ. എന്നിട്ട് നമ്മൾ 2 ഫ്ലീറ്റ്സ് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ താഴെ നിന്ന് മുകളിലേക്കാണ് കേട്ടോ അടുത്ത ഫ്ലീറ്റ്സ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സെൻറ്റർ ഫ്ലീറ്റ്സ് ഒന്ന് സെൻറ്ററിൽ വെച്ച് നോക്കിയിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് ഫ്ലീറ്റ്സ് ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഫ്ലീറ്റ്സ് മുകളിലേക്ക് ആക്കിയിട്ട് അവിടെ ഒരു പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ 2 ഫ്ലീറ്റ്സ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2 3 ഫ്ലീറ്റ്സ് നമുക്ക് എടുക്കാൻ. പിന്നെ ഹൈറ്റ് അനുസരിച്ചിരിക്കും കേട്ടോ ഫ്ലീറ്റ്സിൻ്റെ എണ്ണം കൂടുന്നതും കുറയുന്നതൊക്കെ. പിന്നെ നമ്മൾ സെൻറ്റർ ഫ്ലീറ്റ്സ് കറക്റ്റ് സെൻറ്ററിലാക്കിയിട്ട് നല്ല നീറ്റായിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ നമ്മുടെ അവിടെ കുത്തിയിരിക്കുന്ന പിന്നില്ലേ അതൊന്ന് റിമൂവ് ചെയ്തിട്ട് നല്ല ടൈറ്റൻ ചെയ്ത് ബാക്കിലേക്ക് ആക്കിയിട്ട് ഒരു പിന്ന് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ടൈറ്റൻ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ട് നല്ല ടൈറ്റനായിട്ട് നല്ല നീറ്റായിട്ട് വരും കേട്ടോ നമ്മുടെ സാരി ടൈപ്പിങ്. എന്നിട്ട് നമുക്കൊന്ന് ഫ്ലീറ്റ്സൊക്കെ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സാരിയുടെ തലയുടെ അവിടെ നമ്മൾ പിൻ ചെയ്തിട്ടില്ലേ അത് വേണമെങ്കിൽ നമുക്കൊന്ന് റിമൂവ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക് അത് കൊടുക്കേണ്ട ആവശ്യവുമില്ല, അങ്ങനെ തന്നെ വിടാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ സാരി ടൈപ്പിംഗ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.